കണ്ണൂരിലെ ഒരു ചെറിയ ഗ്രാമത്തിന്റെ അരികിൽ ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ സ്റ്റേഷൻ വലിയതൊന്നുമല്ലായിരുന്നു. ഒരു ചെറിയ പ്ലാറ്റ്ഫോം, പഴയ ബെഞ്ചുകൾ, പഴക്കം ചെന്ന ഒരു ഘടികാരം. പക്ഷേ ആ സ്റ്റേഷനിൽ ഒരുപാട് കഥകൾ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്തിരുന്നു. ആ സ്റ്റേഷനിലെ ഏറ്റവും സ്ഥിരം യാത്രക്കാരൻ ആയിരുന്നു അജയ്. അവൻ ഒരു പുസ്തകശാലയിൽ ജോലി ചെയ്തിരുന്ന യുവാവ്. എല്ലാ വൈകുന്നേരവും ജോലി കഴിഞ്ഞ് അവൻ ആ സ്റ്റേഷനിൽ വരും. ട്രെയിൻ കാണാൻ അല്ല, ഒരു ഓർമ്മയെ കാണാൻ. അവളുടെ പേര് അനന്യ, ഒരു സംഗീത വിദ്യാർത്ഥിനി. അവളുടെ സ്വപ്നം വലിയൊരു ഗായികയാകുക എന്നതായിരുന്നു. അവർ ആദ്യമായി കണ്ടത് ആ പഴയ ട്രെയിൻ സ്റ്റേഷനിൽ ആയിരുന്നു. ഒരു മഴയുള്ള സന്ധ്യ. അനന്യ ട്രെയിൻ കാത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു ചെറിയ ഡയറി ഉണ്ടായിരുന്നു. അവൾ എന്തോ എഴുതുകയായിരുന്നു. അജയ് കൗതുകത്തോടെ ചോദിച്ചു, എന്താണ് എഴുതുന്നത്? അവൾ പെട്ടെന്ന് ഡയറി അടച്ചു. ഒരു പാട്ട്. അജയ് ചിരിച്ചു. ട്രെയിൻ വരാൻ കാത്തിരിക്കുമ്പോൾ പാട്ട് എഴുതുകയാണോ? അവൾ പറഞ്ഞു. ചില കാത്തിരിപ്പുകൾക്ക് കൂട്ടായി എന്തെങ്കിലും വേണം. ആ മറുപടി അജയ്ക്ക് ഇഷ്ടപ്പെട്ടു. അവൻ ചോദിച്ചു, എപ്പോഴും ഇവിടെ വരാറുണ്ടോ? അവൾ പറഞ്ഞു, അതേ. ഈ സ്റ്റേഷനിൽ നിന്ന് എന്റെ സ്വപ്നങ്ങളിലേക്കുള്ള ട്രെയിൻ ഒരിക്കൽ വരുമെന്ന് വിശ്വസിക്കുന്നു. അജയ് ചിരിച്ചു. അപ്പോൾ അത് വന്നാൽ എന്നെയും അറിയിക്കണം. അവൾ ചോദിച്ചു, എന്തിന്? അവൻ പറഞ്ഞു, ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് കാണാൻ. ആ ചെറിയ സംഭാഷണം അവരുടെ കഥയുടെ തുടക്കമായി. പിന്നീട് അനന്യ പലപ്പോഴും ആ സ്റ്റേഷനിൽ വരും. അജയ് അവിടെ ഉണ്ടാകും. അവർ ഒരുമിച്ച് ട്രെയിനുകൾ വരുന്നതും പോകുന്നതും നോക്കും. പക്ഷേ അവരുടെ സമയം ഒരുമിച്ചായിരുന്നു. അനന്യ പാട്ടുകൾ പാടും. അജയ് കേൾക്കും. ഒരു ദിവസം അവൾ ചോദിച്ചു, നിനക്ക് എന്റെ പാട്ടുകൾ ഇഷ്ടമാണോ? അജയ് പറഞ്ഞു, പാട്ട് മാത്രമല്ല. അവൾ ചോദിച്ചു, പിന്നെ? അവൻ ചിരിച്ചു. പാടുന്ന ആലയം. അനന്യ നാണത്തോടെ ചിരിച്ചു. കാലം കടന്നു. അവരുടെ സൗഹൃദം പ്രണയമായി മാറി. അവർ ആ സ്റ്റേഷനിലെ പഴയ ബെഞ്ചിൽ ഇരുന്ന് ഭാവിയെക്കുറിച്ച് സംസാരിച്ചു. അനന്യ പറയും, ഒരു ദിവസം എന്റെ ശബ്ദം ലോകം കേൾക്കണം. അജയ് പറയും, അത് നടക്കും. അവൾ ചോദിക്കും, നിനക്ക് ഇത്ര വിശ്വാസം എങ്ങനെ? അവൻ പറയും, കാരണം ഞാൻ ആദ്യം കേട്ടത് നിന്റെ ശബ്ദം അല്ല, നിന്റെ ആത്മവിശ്വാസമാണ്. ഒരു ദിവസം അനന്യ വലിയൊരു വാർത്തയുമായി വന്നു. അവളുടെ കണ്ണുകളിൽ സന്തോഷം. എനിക്ക് മുംബൈയിൽ ഒരു വലിയ സംഗീത അവസരം കിട്ടി. അജയ് ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ? അവൾ ചോദിച്ചു. എന്ത്? നിന്റെ ട്രെയിൻ വരുമെന്ന്. പക്ഷേ അവളുടെ മുഖത്ത് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അജയ് ചോദിച്ചു, എന്താണ്? അവൾ പറഞ്ഞു, ഞാൻ പോയാൽ? അജയ് കുറച്ച് നേരം. ഇത് എന്താണ്? അവൾ പറഞ്ഞു, ഒരു കത്ത്. എപ്പോൾ വായിക്കണം? അവൾ പറഞ്ഞു, ഞാൻ തിരികെ വരില്ലെന്ന് തോന്നുന്ന ദിവസം. അജയ് ചിരിച്ചു. അങ്ങനെ ഒരു ദിവസം വരില്ല. അവൾ ട്രെയിനിൽ കയറി. ട്രെയിൻ പതിയെ അകന്നു. അജയ് അവളെ നോക്കി നിന്നു. ആദ്യ മാസങ്ങൾ അവർ സംസാരിച്ചു. അനന്യയുടെ പുതിയ ജീവിതം, അജയുടെ ചെറിയ ഗ്രാമം, പുതിയ പാട്ടുകൾ, പുതിയ സ്വപ്നങ്ങൾ. പക്ഷേ സമയം മാറി. പ്രശസ്തി വന്നു. തിരക്കുകൾ വന്നു. സംസാരങ്ങൾ കുറഞ്ഞു. ഒരു ദിവസം അനന്യയുടെ സന്ദേശം വന്നു. എനിക്ക് എന്റെ കരിയറിൽ ശ്രദ്ധിക്കണം. അജയ് ആ സന്ദേശം നോക്കി. ഒന്നും മറുപടി നൽകിയില്ല. അവൻ അവളെ കുറ്റപ്പെടുത്തിയില്ല. അവൻ ആ കത്ത് തുറന്നില്ല. കാരണം അവൾ തിരികെ വരുമെന്ന വിശ്വാസം അവനുണ്ടായിരുന്നു. 5 വർഷങ്ങൾ കടന്നു. അജയ് ഇപ്പോഴും ആ സ്റ്റേഷനിൽ പോകും. ആ പഴയ ബെഞ്ചിൽ ഇരിക്കും. ഒരു ദിവസം ഒരു വലിയ സംഗീത പരിപാടിയുടെ പോസ്റ്റർ അവൻ കണ്ടു. അതിൽ പേര് അനന്യ മേനോൻ. അവൻ ഞെട്ടി. അവൾ ഇപ്പോൾ പ്രശസ്ത ഗായിക ആയിരുന്നു. പരിപാടിക്ക് ശേഷം അവർ കണ്ടുമുട്ടി. കുറച്ച് നിമിഷങ്ങൾ നിശബ്ദത. പിന്നെ അനന്യ ചോദിച്ചു, നീ ഇപ്പോഴും ഇവിടെ വരാറുണ്ടോ? അജയ് ചിരിച്ചു. ചില സ്ഥലങ്ങൾ മറക്കാൻ പറ്റില്ല. അവൾ ആ പഴയ ബെഞ്ചിലേക്ക് നോക്കി. നീ ആ കത്ത് തുറന്നോ? അജയ് തലകുലുക്കി. ഇല്ല. അവൾ അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, കാരണം ഞാൻ കത്തിലെ വാക്കുകൾക്കായി കാത്തിരുന്നില്ല. എഴുതിയ ആളിനായി ആയിരുന്നു. അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കത്ത് തുറന്നു. അതിനുള്ളിൽ എഴുതിയിരുന്നു, അജയ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്ര തുടങ്ങിയത് ഈ സ്റ്റേഷനിൽ നിന്നാണ്. എന്റെ സ്വപ്നങ്ങൾ എന്നെ എവിടെ എത്തിച്ചാലും എന്റെ മനസ്സ് തിരികെ വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലം നീ ആയിരിക്കും. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
ഞാൻ വൈകിപ്പോയി. അജയ് ചിരിച്ചു. പക്ഷേ നീ വന്നു. അവൾ ചോദിച്ചു. നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അജയ് പറഞ്ഞു. ചില ട്രെയിനുകൾ വൈകി വരും. പക്ഷേ ശരിയായ സ്ഥലത്ത് എത്തും. അവൾ അവന്റെ കൈ പിടിച്ചു. ഇനി ഞാൻ എവിടേക്കും പോകില്ല. ഒരു വർഷത്തിനു ശേഷം അവർ വിവാഹിതരായി. ആ പഴയ ട്രെയിൻ സ്റ്റേഷൻ ഇപ്പോഴും അവിടെയുണ്ട്. പഴയ ബെഞ്ചും പഴയ ഘടികാരവും. പക്ഷേ ഇപ്പോൾ അവിടെ 2 പേർ ഒരുമിച്ച് ട്രെയിൻ നോക്കും. സ്റ്റേഷനിൽ ഒരു ചെറിയ ബോർഡ് ഉണ്ട്. ചില യാത്രകൾ നമ്മളെ ദൂരേക്ക് കൊണ്ടുപോകും. പക്ഷേ ചില ഹൃദയങ്ങൾ നമ്മളെ വീണ്ടും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. ചില പ്രണയങ്ങൾ ട്രെയിൻ യാത്ര പോലെയാണ്. വേർപിരിയലുകൾ ഉണ്ടാകും, പക്ഷേ അവസാന സ്റ്റേഷൻ ഒരേ ആയിരിക്കും.